എപ്പിസോഡ് 4 കഥ തുടങ്ങുമ്പോൾ അവിടെ പൂജാരി വരികയാണ്. ശങ്കറിന്റെ കാലിൽ നാഗം കൊത്തിയ അടയാളം കാണുന്ന പൂജാരി ശങ്കറിന്റെ അച്ഛനോട് ശങ്കറിനെ നാഗം കൊത്തിയതാണെന്നും പെട്ടെന്ന് തന്നെ ഇച്ഛാധാരി നാഗത്തെ വിളിച്ചു വരുത്തണമെന്നും ഇച്ഛാധാരി നാഗത്തിന് മാത്രമേ ശങ്കറിനെ രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ എന്നും പറയുകയാണ്. ആ കാര്യം കേൾക്കുന്ന ശങ്കറിന്റെ അച്ഛൻ ഗ്രാമത്തിലുള്ള പാമ്പാട്ടികളെ വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞ് ആളെ വിടുകയാണ്. കുറച്ച് കഴിയുമ്പോൾ അവിടേക്ക് പാമ്പാട്ടികൾ വരുന്നു. അവർ മകുടി ഊതുകയാണ്. അവർ മകുടി ഊതുന്നത് കാണുന്ന മോഹിനി നാഗകന്യക വരുന്നത് നോക്കി നിൽക്കുകയാണ്. ഈ സമയം പാറു നാഗമായി മാറുകയാണ്. ശേഷം നാഗം പാമ്പാട്ടികളുടെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് ശങ്കറിന്റെ അടുത്ത് പോകുന്ന നാഗം ശങ്കറിന്റെ കാലിലെ വിഷമെല്ലാം കുടിക്കുകയാണ്. ഇതെല്ലാം ചുറ്റും നിൽക്കുന്നവർ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. ശേഷം നാഗം അവിടെ നിന്ന് പോകുന്നു. ആ സമയം ശങ്കർ കണ്ണു തുറക്കുകയാണ്. ഈ സമയം നാഗത്തിൽ നിന്ന് യഥാർത്ഥ രൂപത്തിലാവുന്ന പാറുവിന് ചെറുതായി ബുദ്ധിമുട്ടുകൾ തോന്നുകയും കുറച്ച് ബ്ലഡ് ഒമിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ആ സമയം നാഗിൻ എന്ന് പുറകിൽ നിന്ന് മോഹിനി വിളിക്കുന്നത് കേട്ട് പേടിച്ച് നിൽക്കുകയാണ് പാറു. പാറുവിന്റെ അടുത്ത് പോകുന്ന മോഹിനി പാറുവിന്റെ നെറ്റിയിൽ തന്നെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് പാറുവിനോട് ശങ്കറിന്റെ അടുത്ത് നിന്ന് പോയ ഇച്ഛാധാരി നാഗത്തെ കണ്ടോ എന്ന് മോഹിനി ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന പാറുവിന് ആശ്വാസമാവുകയാണ്. കാരണം പാറു നാഗമായി നിൽക്കുന്നത് മോഹിനി കണ്ടിട്ടില്ല എന്ന് പാറുവിന് മനസ്സിലായി. ഈ സമയം പാറുവിന്റെ നെറ്റിയിൽ നാഗമാണിക്യത്തിനെ കാണാത്തത് കൊണ്ട് മോഹിനി തന്റെ ശക്തിയിലൂടെ നോക്കുമ്പോൾ പാറുവിന്റെ നെറ്റിയിൽ ഇരിക്കുന്ന നാഗമാണിക്യത്തെ മോഹിനിയുടെ കണ്ണിൽ കാണാൻ കഴിയുകയാണ്. പാറുവിന്റെ നെറ്റിയിലെ നാഗമാണിക്യത്തിനെ കണ്ട് അത്യാഗ്രഹം തോന്നുന്ന മോഹിനി പാറുവിന്റെ നെറ്റിയിൽ തൊടാൻ ശ്രമിക്കുമ്പോൾ പാറു ആ വഴി ഒരു നാഗം പോകുന്നത് കണ്ടു എന്ന് പറയുകയാണ്. അപ്പോൾ മോഹിനി ഒരു രക്ഷസായി മാറി പാറുവിന്റെ നെറ്റിയിലെ നാഗമാണിക്യത്തെ തന്നെ നോക്കി നിൽക്കുന്നത് കാണുന്ന പാറു പേടിച്ച് അവിടെ നിന്നും പോവുകയാണ്. പാറു പോകുന്നത് കാണുന്ന മോഹിനി പാറുവിന്റെ പുറകെ പോവുകയാണ്. എന്നിട്ട് മോഹിനി പാറുവിന്റെ പുറകെ മോഹിനിയുടെ മാന്ത്രിക മുടികളെ പറഞ്ഞു വിടുകയാണ്. ആ മാന്ത്രിക മുടി പാറുവിന്റെ അടുത്ത് പോകുന്നതും അവിടെ ഒരു മാന്ത്രിക കവചം ഉണ്ടാവുകയാണ്. അത് കാരണം മാന്ത്രിക മുടിക്ക് പാറുവിനെ തൊടാൻ പോലും കഴിയുന്നില്ല. അടുത്ത സീനിൽ മോഹന്റെയും രംഭയുടെയും അടുത്ത് പോകുന്ന മോഹിനി തൊട്ടടുത്ത് നാഗമാണിക്യത്തെ കണ്ടിട്ടും അത് എടുക്കാൻ കഴിയാത്തതിൽ മോഹിനിക്ക് ദേഷ്യം വരികയാണ്. ആ ദേഷ്യം കാരണം മോഹിനി രക്ഷസായി മാറി അലറി വിളിക്കുകയാണ്. ഇവശത്ത് ശങ്കറിന്റെ റൂമിലേക്ക് പോവുകയാണ് പാറു. ശങ്കറിനെ കാണുന്ന പാറു ശങ്കറിനോട് നാഗമായി ശങ്കറിനെ രക്ഷപ്പെടുത്തിയത് പാറു ആണെന്നും നമ്മൾ രണ്ടുപേരും കഴിഞ്ഞ ജന്മം നാഗമായിരുന്നു എന്ന് പറഞ്ഞത് സത്യമാണെന്ന് ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന ശങ്കർ പാറുവിനോട് ഈ ഗ്രാമത്തിലുള്ള എല്ലാവരും അന്ധവിശ്വാസികളാണെന്നും നീ നാഗമായി മാറിയത് എങ്ങനെയാണെന്ന് എനിക്ക് കാണണമെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന പാറു ശങ്കർ പാറുവിനെ വിശ്വസിക്കാത്തതിൽ വിഷമമുണ്ടെങ്കിലും പാറു ശങ്കറിനോട് ഞാൻ രൂപം മാറി കാണിക്കും, പക്ഷേ എന്റെ രൂപം കണ്ട് പേടിച്ച് ഓടിപ്പോകരുത് എന്ന് പറയുകയാണ് പാറു. എന്നിട്ട് കണ്ണുനീർ തുടച്ചിട്ട് പാറു നാഗമായി മാറാൻ ശ്രമിക്കുകയാണ്. കുറെ പ്രാവശ്യം പാറു ശ്രമിക്കുന്നുണ്ടെങ്കിലും എല്ലാ ശ്രമവും പരാജയപ്പെടുകയാണ്. അതെല്ലാം കണ്ട് താടിയിൽ കൈയും വെച്ച് തലകുലുക്കി നിൽക്കുകയാണ് ശങ്കർ. അടുത്ത സീനിൽ എൻഗേജ്മെന്റ് ഫംഗ്ഷൻ കാണിക്കുകയാണ്. ജ്യോതി ശങ്കറിന് മോതിരം ഇട്ട് കൊടുക്കുന്നു. ശേഷം ശങ്കർ ജ്യോതിക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി മോതിരം എടുക്കുമ്പോൾ ആ മോതിരം ശങ്കറിന്റെ കയ്യിൽ നിന്ന് തെറിച്ച് പാറുവിന്റെ അടുത്ത് പോയി വീഴുകയാണ്. തറയിൽ നിന്ന് മോതിരം കയ്യിൽ എടുക്കുന്ന പാറു മോതിരം കൊടുക്കാതെ മോതിരത്തിൽ തന്നെ നോക്കി നിൽക്കുകയാണ്. അത് കാണുന്ന ശങ്കർ പാറുവിന്റെ അടുത്ത് പോയി പാറുവിനോട് മോതിരം തരാൻ പറയുകയാണ്. ആ കാര്യം കേൾക്കുന്ന പാറു വളരെ വിഷമത്തോടെ കയ്യിലിരിക്കുന്ന ആ മോതിരം ശങ്കറിന്റെ മുമ്പിലേക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അത് കാണുന്ന ശങ്കർ പാറുവിന്റെ കയ്യിൽ നിന്ന് മോതിരം എടുക്കുന്ന സമയം ശങ്കർ പാറുവിന്റെ കണ്ണിൽ തന്നെ നോക്കി നിൽക്കുകയാണ്. ഈ സമയം അവിടേക്ക് ഓടി വരുന്ന ബബ്ലി ശങ്കറിനെ ഇടിക്കുകയും ശങ്കറിന്റെ കയ്യിലിരിക്കുന്ന മോതിരം പാറുവിന്റെ വിരലിൽ ശങ്കർ അറിയാതെ ഇടുകയാണ്. പാറു പറയുന്നതെല്ലാം ശങ്കർ വിശ്വസിക്കുമോ ഇല്ലയോ എന്നറിയാനും ശങ്കറിന്റെയും ജ്യോതിയുടെയും വിവാഹം നടക്കുമോ എന്നറിയാനും അടുത്ത എപ്പിസോഡ് ഇടുന്നവരെ വെയിറ്റ് ചെയ്യണം. ഈ എപ്പിസോഡിന്റെ ഫുൾ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.